ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എഗെയിൻ ഞാൻ വന്നിട്ടുണ്ട് ആൻഡ് ഇന്നൊരു ട്രാവൽ വ്ളോഗാട്ടോ. ഡ്രീം കം ട്രൂ മൊമെൻ്റ് എന്നൊക്കെ പറയുന്ന ഒരു മൊമെൻറ്റിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. കുറേ നാൾ മുന്നേ ഞാൻ വിചാരിക്കുന്നൊരു കാര്യമാണ് ലൈക്ക് അവിടെ പോകണം എന്നുള്ളത്. ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല ഇത്ര പെട്ടെന്ന് പോകാൻ പറ്റും എന്നുള്ളത്. ഈവൻ ഞാൻ വാരണാസിക്ക് വന്ന സമയത്താണെങ്കിൽ പോലും, ഞങ്ങൾ ട്രിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ സമയത്താണെങ്കിൽ പോലും ഞങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടായിരുന്ന ഒരൊറ്റ സ്പോട്ട് മീൻസ് ഒരു പ്ലേസ് ആയിരുന്നു ഉത്തരാഖണ്ഡ്. സോ ഇന്ന് ഞങ്ങൾ ഉത്തരാഖണ്ഡിലോട്ട് പോവുകയാണ്. ഇപ്പോൾ ഏകദേശം സമയം 10:30 11 മണിക്കാണ് ട്രെയിൻ. സോ ഞങ്ങൾ ഇറങ്ങാണ്. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇന്നലെ പെട്ടെന്നെല്ലാം നൈറ്റെല്ലാം സെറ്റ് ചെയ്തു. ബെഡ് ടു ഇവിടെ ലഗേജ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നു ആൻഡ് എൻ്റെ ബാഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇറങ്ങട്ടെ. താഴെ ഡിഡിയൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ചീത്ത പറയും. ഓക്കെ, ബാഗാണല്ലോ. ഞങ്ങളിത് ഇറങ്ങി. ഹായ് ദീദി. എല്ലാം ഓൾ ഡൺ. ഓക്കെ, ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ എത്തി. അങ്ങനെ ഭയങ്കര ചൂട്, പൊള്ളി പോകുന്നു. നടക്കാനും പറ്റുന്നില്ല, ഭയങ്കര വെയിറ്റ് ഉണ്ട് ബാഗൊക്കെ. ബിക്കോസ് 10 days ലഗേജസ്. ഇപ്പൊ കരിഞ്ഞു പോയി. ട്രെയിൻ വന്നു ഗായ്സ്. റെഡി. ഇതുള്ള ലഞ്ച് 1 ആപ്പിൾ ഗൈസ്. 1 ആപ്പിൾ ആൻഡ് 1 സഫർജലിയാണ് ഞങ്ങളുടെ ലഞ്ച് ഫോർ 8 പീപ്പിൾസ്. ഓക്കെ, അതാണ് ഞങ്ങളുടെ ലഞ്ച് എന്നാണ് ഇവർ പറയുന്നത്. ബിഗ് ബോസ് കാണുന്ന ഗൗരി ദിദിയെ കാണിക്കും. ബുക്ക് വായിച്ച് ക്ഷീണിച്ചെടുക്കുന്ന ദിദി. നൈറ്റ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് എഗ് താലിയും ചിക്കൻ താലിയോട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് നെക്സ്റ്റ് ഡേ ഞങ്ങൾ എല്ലാവരും നല്ലൊരു ഉറക്കം ഇറങ്ങി എണീറ്റു. അപ്പോഴേക്കും ഞങ്ങൾ ഋഷികേശ് ഒരു 6:30 ആയപ്പോഴേക്ക് എത്തി. ഇതാണ് വ്യൂ. ദിസ് ഈസ് ദ റെയിൽവേ സ്റ്റേഷൻ. നടക്കാലോ. എന്നൊക്കെ ഞങ്ങൾ ടാസ്ക് തുടങ്ങിയിരിക്കുന്നു. ഞങ്ങൾക്ക് 4 കിലോമീറ്ററോളം പോകാണ്ട്. സോ വി ഡിസൈഡ് ടു ഞങ്ങൾ നടക്കാൻ വിചാരിക്കും. ഞങ്ങൾ നടന്നു. ഞങ്ങൾ എങ്ങനെ ബഡ്ജറ്റ് കുറയ്ക്കാൻ വരച്ചിരിക്കണേ. അവരുടെ കയ്യിലും അത്യാവശ്യം നല്ല രീതിയിൽ ലഗേജ് ഉണ്ട്. ഈ ലഗേജ് എല്ലാം പിടിച്ചിട്ട് ഞങ്ങൾ നേരെ നടക്കാൻ പോകുന്നു. ഇവിടെ ഞങ്ങൾ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ബാഗൊക്കെ വെച്ചിട്ട് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾക്ക് ദേ വണ്ടി വന്നു. ഗായ്സ്, അങ്ങനെ ഞങ്ങളിപ്പം കേദാർനാഥിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ആൻഡ് റോഡ് ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ വന്ന റോഡെല്ലാം പകുതിയും എന്താ പറയുക, ഫുൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ അവസ്ഥയിലാണ്. കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് സിറ്റുവേഷൻ. ഇപ്പം മഴയില്ല, ഇപ്പം വെയിലാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല. പക്ഷേ മൊത്തം ഇടിഞ്ഞ് പൊളിഞ്ഞിട്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ആൻഡ് വി ആർ തിങ്കിങ് എന്ത് കഴിക്കുന്നത്. ഒന്നും കഴിക്കാൻ വേണ്ട, മാഗി കഴിക്കാം, ആലു കഴിക്കാം, ആലു പറാത്ത കഴിക്കാം,
ഞങ്ങളുടെ ആലു പറാത്ത വന്നിട്ടുണ്ട്. ഇങ്ങനെ കഴിച്ചാ പോരെ? Not good. മാഗി വരുമല്ലോ, എന്നിട്ട് മാഗി കഴിക്കാം. അപ്പം ചോറ് ശരിയായിട്ട് ഇത് കഴിച്ച് കഴിയുമ്പോഴേക്കും മാഗി വരും. അപ്പം മാഗി കഴിച്ചിട്ട് ചൊവ്വ മാറ്റാം, അതായിരിക്കും നല്ലത്. ഇതിനകത്ത് വേറെന്തോ മസാല ഉണ്ട്, ഐ തിങ്ക് ചാട്ട് മസാല എന്തൊക്കെയുണ്ട്. ഭയങ്കര ഉപ്പാണ് മാഗിയുടെ ഉപ്പ് വരും കൂടുതലാണ്. ഇവിടെ ഭയങ്കര ഉപ്പ്. ആലു പറാത്തയിൽ ഉപ്പുണ്ടെന്ന് ഇവർ പറയുന്നു, പക്ഷെ എനിക്ക് ഉപ്പ് ഫീൽ ചെയ്തില്ല. പക്ഷെ മാഗിയിൽ ഉപ്പ് ഫീൽ ചെയ്തു, നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഫുഡ് കഴിക്കില്ല, ഒന്നും സംഭവിക്കാൻ പാടില്ല, കാരണം ഒരു പാക്കറ്റ് ഉപ്പാണ് ഇപ്പോൾ വിരിക്കുന്നത്. വണ്ടിയിലാണ് പോകുന്നത്, ഒന്നും സംഭവിക്കില്ല. ഞങ്ങൾ ഇനിയോട്ട് ഇറങ്ങട്ടെ. ഇതാണ് ഞങ്ങൾ വന്ന വണ്ടി. ആൻഡ് പഞ്ചറായിപ്പോയി ഗൈസ്. പുള്ളി ഇനി അത് ഊരിയെടുക്കുക. നിന്റെ വ്ളോഗിൽ വെച്ചാൽ കാണിച്ചു തരാം. ഞങ്ങൾ പോകുന്ന റോഡിൻ്റെ അവസ്ഥയെല്ലാം ഇതായിരുന്നു കേട്ടോ. ഇടിഞ്ഞ് വീണിട്ട് വണ്ടികൾക്കൊന്നും പോകാൻ പറ്റുന്നുണ്ടായില്ല. അവരപ്പം തന്നെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. സോ ഗൈസ്, ഞങ്ങളിനി ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങളിപ്പോൾ ഗൗരികുണ്ടിലുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു ബിസ്ക്കറ്റ് കഴിച്ചിട്ട് കയറാമെന്ന് വെച്ചു. ഒന്നും കഴിക്കാതെ കയറണ്ട എന്നുള്ളതുകൊണ്ട് എന്താ സ്റ്റിക്കൊക്കെ വാങ്ങിച്ച് ഫുൾ ഔട്ട്ഫിറ്റിലാണ് നിൽക്കുന്നത്. തണുപ്പുണ്ട്. പതുക്കെ പതുക്കെ കയറാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഒരു 7 മണി ആവുന്നുണ്ട്. ഞങ്ങൾ രാവിലെ എത്തും എന്നാണ് വിചാരിക്കണത്. പതുക്കെ കയറി കയറി സൺറൈസൊക്കെ ആകുമ്പോഴേക്കും കേദാർനാഥ് കയറാമെന്നാണ് വിചാരിക്കുന്നത്. ഭയങ്കര സൗണ്ടുണ്ട്. താഴെ ഒരു റിവർ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്, ലൈക്ക് റിവർ ഒഴുകി പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ സൗണ്ട് ഉണ്ട്. സോ അപ്പം തന്നെ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നതിന് ഞാൻ ടയർഡാണ്. ഇതും കൂടി ആകുമ്പോൾ വലിയ പീസ് ഇതുണ്ടോ. അങ്ങനെയും പോകുന്നവരുണ്ട്. കുതിരയുടെ പുറത്ത് പോവാം, ആൻഡ് ഇങ്ങനെ മനുഷ്യൻ്റെ പുറത്തും പോവാം. ആൻഡ് കുതിരയുടെ പുറത്ത് പോകണമെങ്കിൽ 4000 ആണ് പെർ പേഴ്സൺ. പക്ഷെ ഞങ്ങൾ എടുത്തില്ല, ബിക്കോസ് ഞങ്ങളുടെ ഈ ട്രിപ്പിൻ്റെ ബഡ്ജറ്റ് 4000 ആണ്. അത് ഞങ്ങൾ എടുത്തില്ല. ആൻഡ് പതുക്കെ നടക്കാമെന്ന് വിചാരിച്ച് പതുക്കെ നടക്കുന്നു. പിന്നെ തണുപ്പുണ്ട്, ഇങ്ങനെയും കൊണ്ടുപോകും. എങ്ങനെ വേണേലും നടക്കാം. അവര് നടക്കുന്നുണ്ട്. ഇങ്ങനെയാണ് പോണ്ടേ. ആൻഡ് ഇവിടെ എന്തൊക്കെയോ ഉണ്ട് കാണാൻ വയ്യ. തിരിച്ചിറങ്ങുമ്പോൾ കാണിച്ചു തരാം. കൊള്ളാം, കണ്ടോ, അങ്ങനെ പോകുന്നു. ഞങ്ങളിങ്ങനെ പതുക്കെ പതുക്കെ അവർ കയറി, ഞങ്ങളിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ നടക്കാതെ വെളിച്ചം കഴിഞ്ഞു. ദേ ഞങ്ങൾ കയറി വന്നപ്പോൾ ദേ 2 പേര് ഇവിടെ ഇരിക്കും, ക്ഷീണിച്ചു പോയി. കയറി വരുന്ന വഴിക്ക് ഒരു സ്മോൾ വാട്ടർഫാൾ ഉണ്ട് ഗൈസ്. ആൻഡ് നമുക്കത് കാണാൻ പറ്റും, കാണിച്ചു തരാം. ഇവിടെ ഭയങ്കര സ്ലിപ്പറി ആണ്. ബട്ട് വി ക്യാൻ
നടന്നോക്കെ. നല്ല തണുത്ത വെള്ളം, നല്ല രസമുണ്ട് കോഫി കഴിക്കാനായിട്ട്. കിട്ടിയോ? നല്ല പ്യൂർ ബട്ടർ. ബേട്ടോ ഡോണ്ട് വരും എൻ്റെ അടുത്തേക്ക് വരരുത്, എനിക്ക് പേടിയാ. ഞങ്ങളുടെ കൂടെ താഴേന്ന് തൊട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ മുകളിൽ വരെ കൂട്ടിന് വന്നതാന്ന് തോന്നുന്നു. അങ്ങനെ പറയാറുണ്ടല്ലോ. ഞങ്ങൾ റെസ്റ്റ് എടുത്തു, റെസ്റ്റ് എടുക്കുന്നു. ഞങ്ങൾക്ക് കൂട്ടായി. മല കയറുമ്പോൾ നമ്മുടെ കൂടെ ഒരു ഡോഗ് ഉണ്ടെങ്കിൽ വി ആർ ലക്കി എന്നാണ്, അങ്ങനെ എന്തോ ആണ്. അപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ട്. സോ ആളിവിടെ റെസ്റ്റ് എടുക്കുന്നു. ഞങ്ങൾ റെസ്റ്റ് എടുത്തപ്പോൾ അതിൻ്റെ കുതിര വരണ്ടായിരുന്നു. കുതിര വന്നപ്പം പട്ടിയും പേടിച്ചു പോയി. ഓക്കെ, അപ്പം ഞങ്ങൾ എഗെയിൻ ഞങ്ങളുടെ നടത്തം സ്റ്റാർട്ട് ചെയ്യാണ്. 6 മണിക്ക് 6 മണിക്ക് തുടങ്ങിയല്ലോ നമ്മൾ. 6:30 തുടങ്ങിയ നടത്തമാണ്. ഇപ്പോൾ 10:30 ഇനി ഒരു 1/2 മണിക്കൂറും കൂടി നടക്കാൻ, ഒരു 6 മണിക്കൂറും കൂടി. വേഗം വാ, കം കം. നമുക്ക് നടക്കാം. അങ്ങനെ നെക്സ്റ്റ് ഡേ ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴാട്ടോ ഞങ്ങൾ കേദാർനാഥ് ടെമ്പിളിൻ്റെ അടുത്തോട്ട് എത്തുന്നത്. ഒരു 3:30-4 മണി വരെ ഞങ്ങൾ ട്രക്കിംഗ് ചെയ്തുള്ളൂ. പെട്ടെന്നായിരുന്നു ക്ലൈമറ്റിലൊരു വേരിയേഷൻ വന്നിട്ട് മൈനസിലോട്ട് വന്നു. അപ്പോൾ തന്നെ ബ്രീത്തിങ്ങിന് എനിക്ക് പ്രശ്നം വന്നു. അപ്പോൾ കുറച്ച് പേർക്കും ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നു. ഞങ്ങൾ അവസാനം ഒരു ടെൻറ്റ് കണ്ടുപിടിച്ച് രാത്രി ഞങ്ങൾ ടെൻറ്റിലാട്ടോ സ്റ്റേ ചെയ്തത്. അപ്പോഴൊന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ നെക്സ്റ്റ് ഡേ ആട്ടോ വീഡിയോ എടുക്കുക. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ. അത് തണുപ്പുണ്ട്, എന്നാലും നല്ല രീതിയിൽ കഴിച്ചില്ലായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ തല ഇങ്ങനെ ഒരു മാതിരി ആയി തുടങ്ങി. സോ ഐ തോട്ട് ഇച്ചിരി നന്നായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന്. അപ്പോൾ ഫസ്റ്റ് ടൈം കെട്ടി മൊത്തം തണുത്ത് കഴിച്ചു. സോ ഇവിടെയാണ് ചായ. നീ ആൻഡ് കൃഷ്ണയാണോ ഒരുമിച്ച് ഇറങ്ങിയത് ചായ? ഭയങ്കര ചായ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണേ ഉള്ളൂ. ചോറ് ചായേ. This is the view, guys. ഞാൻ ഗൗരീനെ ഞങ്ങൾ കണ്ടുപിടിച്ചു. ഇവിടുന്ന് എന്തും കഴിക്കാന്ന് വിചാരിക്കുന്നു. അതെ, മസാല ദോശ വന്നിട്ടുണ്ട്. മസാല ദോശ എന്നുള്ളൊരു പേര് മാത്രമേ ഇതിനുണ്ടായുള്ളൂ കേട്ടോ. മസാല ദോശയായിട്ട് ഒരു സാമ്യവും ഉണ്ടായിരുന്നില്ല. പക്ഷെ വിശക്കുന്നുകൊണ്ട് നല്ല രീതിയിൽ അത് കഴിക്കുകയും ചെയ്തു. ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ട് എനിക്ക് കിട്ടിയേക്കുന്ന ഒരു മെയിൻ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ എനിക്ക് വന്നൊരു ചേഞ്ച് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടിയാലും കഴിക്കുമെന്നുള്ളതാണ്. ഞങ്ങളിപ്പോൾ ഒരു മസാല ദോശ കഴിച്ചു. കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, കുഴപ്പമില്ലായിരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് നല്ല കട്ടൻ ചായ, ഇഞ്ചി കട്ടൻ നല്ല അടിപൊളി. ഞാൻ കുടിച്ചില്ല അത്, ബിക്കോസ് ഞാൻ 2 ചായ ഓൾറെഡി കുടിച്ചെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ കട്ടനോട് കുടിച്ചില്ല. എനിക്കിനി ഉപ്പ് സോഡ വേണം. അത് എവിടെ നിന്ന് കിട്ടും? എനിക്ക് എൻ്റെ പ്രഷറൊക്കെ കുറഞ്ഞ് പണിയാവുന്നുണ്ടോ എന്നൊരു സംശയം. സോ ഐ വാണ്ട് ഉപ്പ് സോഡ. ഇതിന് മുന്നേ ഞങ്ങൾ ഇവിടെയൊക്കെ നോക്കട്ടെ ആൻഡ് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ. ഇന്നലെ
ഞാൻ ഇറങ്ങിയതേ ഇല്ല, റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങിയില്ല, ബെഡിൽ തന്നെ ഞാൻ കിടന്നതായിരുന്നു. ഞാൻ എക്സ്പ്ലോർ ചെയ്തായിരുന്നു. ഞാൻ വന്ന സമയത്ത് ഇവരെല്ലാവരും ഉറങ്ങിയ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങി എല്ലായിടത്തും കണ്ടു. പക്ഷെ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാനെല്ലാം കണ്ടു. അപ്പം ഇനിയിപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ഒന്നും കൂടി ഞങ്ങൾ ഇറങ്ങിയതാണ്. തണുപ്പുണ്ട്. അതാണ് ടെമ്പിള്. ആൻഡ് ഇവിടെ സൈഡിലൊക്കെ ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെയാണുള്ളത്. അത്യാവശ്യം എക്സ്പെൻസീവാണ്, നല്ല രീതിയിൽ എക്സ്പെൻസീവാണ്. ഒരു അടിപൊളി നടക്കാൻ പറ്റില്ല, അപ്പോൾ ബ്രീത്തിങ് പ്രോബ്ലം വരുന്നുണ്ട് എനിക്ക്. ഞാൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടാവും. കണ്ടോ, ദിസ് ഈസ് ദ വ്യൂ. ആക്ച്വലി ഇതാണ് വ്യൂ. ഭയങ്കര അടിപൊളിയാണ്. ഇതൊക്കെ ഒരു ഡ്രീം മൊമെൻ്റ് ആണ് ഗൈസ്. ഇവിടെ വരിക എന്നുള്ളതൊക്കെ, ഇവിടെ വരിക വിചാരിച്ചില്ലായിരുന്നു. യൂട്യൂബ് രാജായി വെയിലുണ്ടെങ്കിലും എല്ലാം കൂടെ ഒരു ഒഫീഷ്യലി ടാറ്റൂഡ് എന്താ പറയാ, കേദാർനാഥ്. കൊള്ളാം അല്ലേ? ഞങ്ങൾ വെച്ച് ചെയ്ത് നോക്കാം. വാരണാസിയിൽ നിന്ന് പോലും ഞങ്ങളിത് ചെയ്തിട്ടില്ല. ഇവിടെ വന്നപ്പം കൊള്ളാം. ശരിക്കൊരു കേദാർ വൈബ് എല്ലാവരും ചെയ്യുന്നുണ്ട്, ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളൊന്ന് ചെയ്തു. എന്താ ചെയ്യണമെന്നെന്താ പ്രശ്നമൊന്നുമില്ല, കൊള്ളാം. സന്യാസി വായ്പ ഉണ്ടോ? സന്യാസി അല്ലെങ്കിൽ ഭക്തിമാർഗമാണ്. ഞാൻ അങ്ങോട്ട് ഭക്തിയാണ്. ഇവിടെ കുറെ അഘോരിമാരൊക്കെ. കേദാർനാഥ് കറക്റ്റ് ചെയ്ത് കൊല്ലം അറിയില്ല, പറഞ്ഞാൽ മതി ഇങ്ങനെ വെള്ളപ്പൊക്കം വന്നാൽ. ബാക്ക്ഗ്രൗണ്ടില് ആ വൈറ്റ് കളർ നിൽക്കുന്ന അവിടെ ആക്ച്വലി ഹിമാലയമാണ് ഉള്ളത്. പക്ഷെ ഇപ്പോൾ കോടയെല്ലാം ഇറങ്ങിയിട്ടത് മൂടിയിട്ടിരിക്കുകയാണ്. ആൻഡ് ഇവിടെ എൻ്റെ ഫ്രണ്ടിൽ ഒരു വലിയ കല്ലുണ്ട്. ആ കല്ല് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാൻഡ് സ്ലൈഡ് വന്ന സമയത്ത്, അത് ഐ തിങ്ക് ആ ഇയർ എനിക്ക് ഓർമ്മയില്ല, ഐ ഹാവ് നോ ഐഡിയ അബൌട്ട് ദാറ്റ്. ലാൻഡ് സ്ലൈഡ് വന്ന സമയത്ത് ഈ കല്ലിവിടെ വന്ന് വീണിട്ട് അമ്പലത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്തത് ഈ കല്ലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ചെറിയ എന്തൊക്കെയോ പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നേരെ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ് കാണിച്ചു. ഇതാണ് ആ സ്റ്റോൺ വന്നിട്ട് ബാക്കിലുള്ളതാണ് അമ്പലം. ഈ സ്റ്റോണാണ് അമ്പലത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ സ്റ്റേ വന്നിട്ട് അമ്പലത്തിൻ്റെ നേരെ ലൈക്ക് ഇതിലെ കയറി പോകണം. സോ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാണ്. ഇനി ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്യട്ടെ. സോ ഇവിടുന്നാണ് നമ്മൾ താഴോട്ടും മുകളിലോട്ടുമുള്ള എല്ലാ ഹോഴ്സും വന്ന് നിൽക്കുന്നത്. ആൻഡ് ഇവിടെ നിന്നായിരിക്കും നമുക്ക് ഹോഴ്സിന് കിട്ടുന്നത്. ഇവിടുന്നാണ് നമുക്ക് കുതിരയെ എടുക്കാൻ പറ്റുക. താഴോട്ട് എടുക്കേണ്ടവർക്ക് എടുക്കാൻ, നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് തിരിച്ചും അങ്ങനെ തന്നെയാണ്. ബോത്ത് സൈഡാണ്. ഐ തിങ്ക് 4000 2 സൈഡ് വരുന്നത്. സോ പക്ഷെ ഞങ്ങൾ എടുക്കുന്നില്ല, ഞങ്ങൾ നടക്കും. ഞങ്ങളങ്ങനെ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക. ഇവിടെ എല്ലാവരും ഉണ്ട്. ആൻഡ് ദ വ്യൂ. ഇറങ്ങാൻ ഇച്ചിരി പാടാ. നോക്കി जूते भी तो ऐसे ही है महान।
ഗായ്സ് ഹായ് ഹായ് ഗായ്സ്, ഞങ്ങൾ ചത്തുപോയി. നല്ല മഴയാണ്, മഴ പെയ്തു. സോ ആ മഴയത്ത് ഇറങ്ങാൻ നല്ല രസമുണ്ടായി. പക്ഷേ നനഞ്ഞു. ഞാൻ കാണിച്ചു തരാം. സീ ഇങ്ങനെ വന്നു. അങ്ങ് ദൂരെ അയ്യോ ആടുകൾക്കപ്പുറം 3 മലയ്ക്കപ്പുറത്തുനിന്ന് വരികയാണ്. ഞങ്ങളൊന്നുമല്ല, അതിൽ കൂടുതലുണ്ടാകും. 1 2 3 അവിടുന്ന് പിന്നെ വേറെ അങ്ങോട്ട്. സോ ഞങ്ങൾ ഞങ്ങളുടെ നടത്തം തുടങ്ങി. ഇനിയും കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഉണ്ട്. ഞാനത്തെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് കാണിക്കാം. അങ്ങനെ ഞങ്ങൾ നൈറ്റ് ഒരു 9:30 ആയപ്പോൾ ഞങ്ങൾ താഴെ എത്തിയായിരുന്നു കേട്ടോ. അപ്പോഴേക്കും എൻ്റെ ഫോണിൽ ചാർജ് എല്ലാം കഴിഞ്ഞു. പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഞങ്ങൾ പിക്ക് ചെയ്യാനായിട്ട് ഞങ്ങളുടെ വണ്ടിക്കാരൻ വരികയും ചെയ്തു. പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് നിന്നപ്പോഴാണ് അവർ പറയുന്നത് നൈറ്റ് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, അടുത്ത ദിവസം രാവിലെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് അവിടെ തന്നെ ഒരാൾക്ക് 50 രൂപയ്ക്ക് ഞങ്ങൾ റൂം എടുത്തിട്ട് സ്റ്റേ ചെയ്തു. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. കേദാർനാഥിൽ നിന്ന് ബദ്രിനാഥിലോട്ട് ഓൾമോസ്റ്റ് ഒരു 225 കിലോമീറ്റേഴ്സ് ഉണ്ട് കേട്ടോ ബൈ റോഡ്. ഒരു പുലർച്ചെ 4:30 ആയപ്പോഴാട്ടോ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. എന്നിട്ട് ഞങ്ങളൊരു വൈകിട്ടൊരു 6 to 6:30 ടൈമിലാണ് ഞങ്ങൾ ബദ്രിനാഥ് എത്തുന്നുണ്ടായത്. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്ക് റോഡ് സൈഡിലൊരു കടയിലും ഇറങ്ങിയിരുന്നു കേട്ടോ. എന്താ പയറുകറിയും സോയയും പുളിശ്ശേരിയൊക്കെ ഉണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് റോഡ് സൈഡിലുള്ളൊരു ചെറിയ കടയിൽ നിർത്തി തന്നു കേട്ടോ. പക്ഷേ അവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു ഗൈസ്, അടിപൊളിയായിരുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ചോറും കറിയൊക്കെ കഴിക്കുന്നതിൻ്റെ ആ ഒരു ഫീൽ നല്ല രീതിയിൽ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരാൾ വാരി തരുന്നതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. എനിക്ക് തനിയെ കഴിക്കുന്നേക്കാളും എനിക്ക് ആരെങ്കിലുമൊക്കെ വാരി തരുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് വയറൊന്നും അറിയുന്നത്. അപ്പോൾ എനിക്ക് വാരി തരാനായിട്ട് ഇവരുണ്ട്. ബൈ, താങ്ക് യു ഫോർ ദ ഫുഡ്. അങ്ങനെ ഞങ്ങൾ ബൈ എടുത്ത് ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങി. നല്ല ഫുഡായിരുന്നു കേട്ടോ. കുറേ ദിവസങ്ങൾക്ക് ശേഷം നല്ലൊരു ചോറൊക്കെ കഴിച്ചപ്പോൾ നല്ലൊരു ഇതുണ്ടായി. ഇത് ബദ്രിനാഥിലോട്ട് പോകുന്ന വഴിക്കാട്ടോ ഈ ബൈയുടെ കടയുള്ളത്. ഗായ്സ് ഫൈനലി ഞങ്ങൾ അവിടെ എത്തി. ഡ്രീം കം ട്രൂ മൊമെന്റ്. ദിസ് ഈസ് മൈ ഡ്രീം കം ട്രൂ. മറ്റേ മൂവി, ആ ബദ്രിനാഥ് മൂവി കണ്ടപ്പോഴത്തേ വിചാരിക്കേണ്ട ഇവിടെ ഒരു തവണ വരണം വരണം വരണം. ആൻഡ് ഫൈനലി അതാണ് ബദ്രിനാഥ് ടെമ്പിൾ. നമ്മൾ ഈ ബ്രിഡ്ജ് വഴി ഇങ്ങനെ അങ്ങോട്ട് പോകണം. ബദ്രിനാഥ് ടെമ്പിളിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറുതായിട്ട് പറഞ്ഞുതരാം. എനിക്ക് പ്രത്യേകിച്ച് വലിയൊരു ഐഡിയ ഇല്ല. ഞാൻ ഇപ്പോൾ കേട്ട ഒരു ഇത് വെച്ച് ഞാൻ പറയാം. വിഷ്ണു ഭഗവാൻ പണ്ട് ഇവിടെ ബദ്രിനാഥിൽ വന്ന സമയത്ത് ആൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന സ്ഥലമാണ് ബദ്രിനാഥ്. പക്ഷേ ആ സമയത്ത് വിഷ്ണു ഭഗവാൻ അറിയുണ്ടായില്ല ഇവിടെ ഇത്രയും തണുപ്പുള്ള കാര്യം. ആൻഡ് ആ സമയം ലക്ഷ്മി ദേവി വന്നിട്ട് വിഷ്ണു ഭഗവാന് തണുപ്പ് കുറയാൻ വേണ്ടിയിട്ട് ബദ്രി എന്ന് പറഞ്ഞൊരു ട്രീ ആയിട്ട് ആൾ മാറി. അപ്പോൾ വിഷ്ണു ഭഗവാൻ റിയലൈസ് ചെയ്യാണ് ലക്ഷ്മി ദേവി ഇത്രയും എന്താ പറയുക ഡിവോഷൻ ആ ഒരു സാധനം. അപ്പോൾ അങ്ങനെ ആ ഒരു എന്താ പറയുക മെമ്മറിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ടെമ്പിൾ ബദ്രിനാഥിൽ വരും. അതാണ് എനിക്ക് മനസ്സിലായത്. ഇനി കൂടുതലായിട്ട് ഞാൻ കിട്ടുവാണെങ്കിൽ എനിക്ക് പറഞ്ഞുതരാം. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയി തിരിച്ച് പോവാ റൂമിലോട്ട്. ലൈക്ക് റൂം നോക്കിക്കൊണ്ട് പോവാ. മഴ വരുന്നുണ്ട്, മഴ ഉണ്ട്, പെയ്തു. തണുപ്പും പ്ലസ് മഴയും കൂടി ആയിട്ട് ശ്വാസം കിട്ടുന്നില്ല. ഭയങ്കരമായിട്ട് കാറ്റടിച്ച് കയറിക്കൊണ്ടിരിക്കുക. ഇതിലോട്ട് മഴ പെയ്തു. എവിടെയെങ്കിലും ഒന്ന് കയറി നിൽക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പം മൊത്തം നനയും. അപ്പം ഞങ്ങൾ ചൗമീൻ പറഞ്ഞു, അത് കഴിച്ചുകൊണ്ടിരിക്കുക. ഇനി ഞങ്ങൾ നേരെ മനാ വില്ലേജിലോട്ട് പോകണം. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ ഇത് കഴിച്ച് തീർക്കണം. ഞങ്ങളിപ്പോൾ ഉള്ളത് മനാ വില്ലേജിലാണ്. ഇത് ഇന്ത്യയിലെ
ഫസ്റ്റ് വില്ലേജാണ് മന വില്ലേജ്. ആൻഡ് ലാസ്റ്റ് വില്ലേജ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡോ ടിബറ്റൻ ബോർഡറിൽ വരുന്ന വില്ലേജ് ആയതുകൊണ്ട് ദിസ് ഇസ് ദ ലാസ്റ്റ് വില്ലേജ് എന്നും പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാണ്ഡവന്മാർ അവർ സ്വർഗത്തിലോട്ടുള്ള യാത്ര തുടങ്ങിയത് ഇവിടെ നിന്നാണെന്നും പറയുന്നുണ്ട്. ഇത് വന്നിട്ട് അളകനന്ദയും സരസ്വതി റിവറും കൂടി സംഗമിക്കുന്ന പോയിൻ്റാണിത്. സോ ഇപ്പോൾ ഞങ്ങളിങ്ങനെ വില്ലേജിനകത്തൂടെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന വ്യൂ ആട്ടോ ഇതെല്ലാം. ഞങ്ങളിനി ഗണേഷ് ഗുഹ എന്നുള്ള ഗുഹയിലാണ് പോകുന്നത്. പക്ഷേ നടക്കാൻ പറ്റുന്നില്ല. ഇന്നലത്തെ ട്രക്കിങ് കഴിഞ്ഞതോടുകൂടി ഒട്ടും നടക്കാൻ പറ്റുന്നില്ല. ഇത്രയും പോഷൻ അനക്കാൻ വയ്യ. അപ്പോൾ പതുക്കെ വേണം കയറാൻ. ഞങ്ങൾ വില്ലേജ് എക്സ്പ്ലോർ ചെയ്യും. പോകുന്ന വഴിക്ക് സൈഡിലൊക്കെ ഇങ്ങനെ കടകളൊക്കെ ഉണ്ട്. പക്ഷെ അവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് സമ്മതിക്കുന്നവരുടെ വീഡിയോസ് മാത്രമേ ഞങ്ങൾ അയക്കാൻ ബാക്കിയുള്ളതായി. അപ്പോൾ ഇവിടെയാണ് ഗണേഷ് ഗുഹ വന്നിട്ട്. ഇവിടെ ഇരുന്നാണ് ഗണപതി ഭഗവാൻ 18 പുരാണങ്ങൾ വ്യാസൻ പറഞ്ഞു കൊടുത്തിട്ട് എഴുതുന്നത്. ഇവിടെ ഇരുന്നാണ് എഴുതിയതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഗുഹയാണ് ഗണേഷ് ഗുഹ. മഹാഭാരതം ഇവിടെ ഇരുന്നാണ് ഗണപതി ഭഗവാൻ എഴുതിയതെന്നാണ് പറയുന്നത്. സോ ആ ഗുഹയാണ് ഇവിടെ ഉള്ളത്. നമുക്കൊന്നങ്ങനെ കയറി നോക്കാം. കയറി നോക്കാം. ഇത് ഇവിടെയാണ് ആ ഗുഹ വന്നിട്ട്. അകത്തോട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അകത്ത് ഒരു പ്രതിഷ്ഠ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമുക്ക് അവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല. അവിടെ ജസ്റ്റ് എല്ലാം പ്രാർത്ഥിക്കാം, തിരിച്ചിറങ്ങാം, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും അവിടെ ഇല്ല. ഇത് എൻ്റെ നേരെ ബാക്ക് കാണുന്നതാണ് വ്യാസൻ്റെ ഗുഹ. വ്യാസൻ ഇവിടെ ആയിരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് അതിന് തൊട്ട് ഇപ്പുറം കാണുന്നതാണ് ഇന്ത്യയിലെ ഫസ്റ്റ് ടീ ഷോപ്പ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ചായ കുടിക്കാം. ഇന്ത്യയിലെ ഫസ്റ്റ് ടീ ഷോപ്പ് എന്നാണ് ഇവർ അഭിപ്രായപ്പെടുന്നത്. സോ നമുക്കൊരു ചായ കുടിക്കാം. അതാണ് വ്യാസൻ്റെ ഗുഹ. ഇതാണ് ഇന്ത്യയിലെ ഫസ്റ്റ് ടീ ഷോപ്പ്. ഞങ്ങൾ ഇന്ത്യയിലെ ഫസ്റ്റ് ടീ ഷോപ്പിൽ നിന്ന് ഒരു ചായ വാങ്ങിച്ചിട്ടുണ്ട്. കുടിച്ചൊക്കെ എങ്ങനെയാണ്? ടേസ്റ്റ് ഒക്കെ ഉണ്ട്, നല്ല ഏലക്കൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇന്ത്യയിലെ ഫസ്റ്റ് ടീ ഷോപ്പിൽ ഒരു ചായ കൂടി കുടിച്ചിരിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പാണ്ഡവന്മാർ സ്വർഗത്തിലോട്ട് യാത്ര തുടങ്ങിയത് ഇവിടെ നിന്നായതുകൊണ്ട് തന്നെ അവരുടെ 5 പേരുടെയും സ്റ്റാച്ചു നമുക്ക് പോകുന്ന വഴിക്ക് കാണാൻ പറ്റും കേട്ടോ. ഞങ്ങളിപ്പോൾ വസുധാര ട്രക്കിങ്ങിലാണ്. വ്യൂ ആൻഡ് ഒരുപാട് പോവാണ്ട്. ഞാൻ പക്ഷെ കുറച്ചായിട്ടേ ഉള്ളൂ നടന്നിട്ട്. സോ കണ്ടോ, അങ്ങകലൊരു വാട്ടർഫോൾ, അതാണ് വസുധാര. അവിടെ നമുക്ക് എത്തണം. 1 മണിക്കൂർ എടുക്കും എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഞങ്ങൾ വസുധാര കണ്ട് ഇറങ്ങി. വരുന്ന വഴിക്ക് കല്ലെല്ലാം ഇടിഞ്ഞ് വീണിട്ടുണ്ട്. അവിടെ എല്ലാവരും കല്ലുകൾ പെറുക്കി വെച്ച് ആഗ്രഹം പറഞ്ഞ് വെച്ചിട്ടുണ്ടായി കേട്ടോ. ബദ്രിനാഥിൽ ഞങ്ങൾ ഈ ടെൻറ്റിലായിരുന്നു കേട്ടോ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ടയർ പഞ്ചറായി പോയി ഗൈസ്. അത് ഇന്നലത്തെ മഴയിൽ വീണതാണെന്ന് തോന്നുന്നു. 2 കല്ല്. ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായി. ഇവിടെ നിൽക്കുന്ന അത്ര സേഫ് ഒന്നും അല്ല. ഇതാണ് ഇവിടുത്തെ ലോക്കൽ ബസ്സുകൾ. അങ്ങനെ ഞങ്ങൾ ബദ്രിനാഥ് ഋഷികേശിലോട്ട് തിരിച്ച് വരും കേട്ടോ. തിരിച്ച് വരുന്ന വഴിക്ക് രാത്രിയിലത്തെ മഴയിൽ റോഡെല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടായിട്ട് ഞങ്ങൾ ലേറ്റായിട്ടാട്ടോ ഋഷികേശിലെത്തിയിട്ടുണ്ടായത്. അപ്പോൾ ഋഷികേശിലെത്തിയിട്ട് വീഡിയോ എടുത്തില്ല. വാരണാസി എത്തിയിട്ടും വീഡിയോ എടുത്തിട്ടുണ്ടായില്ല കേട്ടോ.